ഹായ്. ഇന്ന് നമ്മൾ കൊല്ലത്ത് നിന്നും എൻ്റെ കർണാടകയിലെ വീട്ടിലേക്കുള്ള യാത്രയാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി വന്ന കാര്യം നടക്കാതെ വീടൊക്കെ കറക്റ്റായി ലോക്ക് ചെയ്ത് ഓട്ടോയൊക്കെ പിടിച്ച് ബസ്സൊക്കെ പിടിച്ച് കൊല്ലത്തെത്തി. ഓടി വന്ന് നമ്മുടെ ട്രെയിനും വിജയകരമായി പിടിച്ചിരിക്കുകയാണ്. കൊല്ലം ഇതുവരെ കാണാത്ത ആരെങ്കിലുമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ണു തുറന്ന് നന്നായി നോക്കിക്കൊള്ളുക ഞങ്ങളുടെ പ്രകൃതി സൗന്ദര്യം. ഇപ്പോൾ മണി 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്കലത്തേക്കും വൈകിട്ടത്തേക്കുമുള്ള ചോറ് പൊതിഞ്ഞുകൊണ്ട് വന്നതുകൊണ്ട് പിന്നെ അത് കഴിക്കലായിരുന്നു. പിന്നെ ഈ ട്രെയിനിലേക്കുള്ള ടിക്കറ്റ് ഞാൻ 2 ദിവസം മുമ്പാണ് എടുത്തത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് അപ്പർ ബർത്താണ് തന്നത്. അങ്ങനെ രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുമ്പോഴാണ് കോയമ്പത്തൂർ ഒരു മലയാളം റൈറ്റിങ്സ് ഉള്ള ട്രെയിൻ കണ്ടത്. അപ്പോൾ പിന്നെ അടുത്ത് നിന്ന് കാണാമെന്ന് കരുതി ഞാൻ ഡോറിൻ്റെ അടുത്തേക്ക് വന്നതാണേ. അങ്ങനെ ആ റൈറ്റിങ്സ് എല്ലാം കണ്ണു നിറച്ച് കണ്ടേ. രാത്രി ഏറെ വൈകിയത് കൊണ്ടാകാം പ്ലാറ്റ്ഫോമിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പോയി കിടന്നുറങ്ങു പെണ്ണെ, പാതിരാത്രിയായപ്പോൾ ഇറങ്ങിയിരിക്കുന്നു എന്നെൻ്റെ മനസ്സെന്നോട് പറഞ്ഞതുപോലെ തോന്നിയേ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാമേ. AC ഡയറക്റ്റ് അടിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല തണുപ്പായിരുന്നേ. രാവിലെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ താഴെ ഒരു ചേച്ചി ഇരുന്ന് എന്തോ കഴിക്കുന്നതാണ് കണ്ടത്. അതാ ചേച്ചി വീട്ടിൽ നിന്ന് കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് വന്നതാകാനാണ് സാധ്യത. കാരണം ആന്ധ്രയിൽ വളരെ കുറച്ച് സ്റ്റേഷനുകളിൽ മാത്രമേ ടിഫിൻ കിട്ടത്തുള്ളൂ. അപ്പോഴാണ് ഓമിയുടെ പപ്പ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത്, അടുത്ത ഒരു സ്റ്റേഷനിൽ ടിഫിൻ കിട്ടും, അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് വളരെ ദൂരത്താണ് കിട്ടുന്നതെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായി സ്റ്റേഷനിലിറങ്ങി ടിഫിൻ വാങ്ങിയേ. 2 ഇഡ്ഡലി, 2 വട, ചമ്മന്തി, സാമ്പാർ എല്ലാവരും ഉണ്ടേ. ഇപ്പോൾ ട്രെയിൻ ഉള്ളത് ആന്ധ്രയിലാണ്. ഉച്ചയോടെ ഇത് കർണാടകയിലെത്തും. ഞാൻ പുറത്തുനിന്നും ലഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് കൊണ്ടുവന്ന ചേട്ടൻ എന്നെ നന്നായിട്ടൊന്ന് പേടിപ്പിച്ച്. കാരണം ട്രെയിൻ എടുക്കുന്ന സമയത്താണ് ഓടി വന്ന് ആളെനിക്ക് ഫുഡ് തന്നത്. ഒത്തിരി ഡെലിവറി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, നല്ല ഫുഡായിരുന്നേ. 4 മസാല ദോശ ചേർത്ത് വെച്ചാൽ എത്രയാവുമോ അത്രയും വലിയ ഒരു പൊറോട്ടയും അതിൻ്റെ ഗ്രേവിയും, പിന്നെ ഒരു റൈസും അതിൻ്റെ കൂടെയും ഗ്രേവിയും ഉണ്ടായിരുന്നേ. പൊറോട്ടയും കറിയും കഴിച്ചപ്പോൾ തന്നെ എനിക്ക് നന്നായി വയറ് നിറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് റൈസ് കഴിച്ചു. ബാക്കിയുള്ളത് ഞാൻ കളഞ്ഞില്ല കേട്ടോ. വീട്ടിൽ മിസ്റ്റി ഉണ്ടല്ലോ, അവൾക്ക് കൊടുക്കാമെന്ന് കരുതി പാക്ക് ചെയ്ത് ബാഗിൽ തന്നെ വെച്ചേ. കർണാടകയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ട്രെയിൻ മഹാരാഷ്ട്രയിലാണുള്ളത്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ എൻ്റെ സ്റ്റേഷൻ വരും. ഞാൻ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി ഇരുന്നേ. ഇനി സ്റ്റോപ്പില്ലാത്ത 2 സ്റ്റേഷനുകൾ കൂടി കഴിഞ്ഞാൽ എൻ്റെ സ്ഥലം എത്തുമേ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഞാൻ ഈ വഴി യാത്രയെ ചെയ്തിട്ടില്ല. ഇത് എൻ്റെ ഈ അടുത്തുള്ള 2ാമത്തെ യാത്രയാണ്, അതും ഒറ്റയ്ക്ക്. അങ്ങനെ സ്റ്റേഷനും എത്തിയേ. കഴിഞ്ഞ തവണ ഞാനിവിടെ ട്രെയിൻ ഇറങ്ങുമ്പോൾ എൻ്റെ മക്കളും അവരുടെ പപ്പയും എന്നെ വിളിച്ചുകൊണ്ട് പോകാനായി വന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ അവരുടെ പപ്പ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഞാൻ തന്നെ പോകണം. ഇതൊരു തിരക്കുള്ള സ്റ്റേഷൻ ആയതുകൊണ്ട് എല്ലാവരും മെയിൻ എൻട്രൻസിൽ വരാതിരിക്കാൻ വേണ്ടി പുറത്തേക്കൊരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുവഴി ചെന്നാൽ ഓട്ടോ കിട്ടും. അങ്ങനെ ഞാൻ ഓട്ടോയിൽ കയറി ഇനി ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ ഓമിയുടെ പപ്പ പറഞ്ഞു തന്നതാണ്. ഞാൻ ഒരിക്കലും ഇതുവഴി ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ല. ഓട്ടോയിൽ പോലും ആദ്യമായിട്ടാണ് കയറുന്നത്. ഞാൻ പോയി ബസ് സ്റ്റാൻഡിലേക്ക് എത്രയാകും എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഇത് ഷെയർ ഓട്ടോയാണ്, 20 രൂപ തന്നാൽ മതിയെന്നാണ്. ഏകദേശം 3 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ബസ് സ്റ്റാൻഡിലേക്ക്. പിന്നെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിനും ഒരു പ്രത്യേകതയുണ്ട്. ഒരേ ബസ് സ്റ്റാൻഡിനുള്ളിൽ കർണാടക ബസ്സുകൾ ഇടാൻ ഒരു പ്രത്യേക സ്ഥലവും മഹാരാഷ്ട്രയിലെ മറ്റു ബസ്സുകൾക്കായി വേറെ സ്ഥലവുമാണ് ഉള്ളത്. അതെന്തായാലും നന്നായി. ഇവിടെ നിന്നും പൂനെക്ക് 250 കിലോമീറ്ററും മുംബൈക്ക് 440 കിലോമീറ്ററുമാണ്. ബസ് എങ്ങാനും മാറിക്കയറിയാലുള്ള അവസ്ഥ. ഇവിടെ നിന്നും ബസ് കയറി നമ്മുടെ സ്ഥലത്തെത്തുമ്പോൾ സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് വിളിച്ചാൽ മതി, വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ നല്ല മഴയാണത്രേ, ചാറ്റൽ മഴ. ഇവിടെയും ചാറ്റൽ മഴ തന്നെയാണ്. അങ്ങനെ ബസ് സ്റ്റാൻഡ് എത്തി. ഇതാണെന്ന് തോന്നുന്നു കർണാടകയിലേക്ക് പോകാനുള്ള ബസ്സുകൾ. അങ്ങനെ ഒരു ബസ് കണ്ടക്ടറോട് ചോദിച്ചിട്ട് എൻ്റെ സ്ഥലത്തേക്ക് പോകാനുള്ള ബസ് മനസ്സിലാക്കി ഞാൻ ബസ്സിൽ കയറിയിരുന്നേ.
ഇവിടെ നിന്നും 100 കിലോമീറ്ററാണ് എൻ്റെ സ്ഥലത്തേക്കുള്ളത്. 177 രൂപയാണ് ടിക്കറ്റ് ആയത്. 2.5 മണിക്കൂർ യാത്രയുണ്ടെന്നാണ് കണ്ടക്ടർ പറഞ്ഞത്. ഇവിടെ നിന്നും അടുത്ത 50 കിലോമീറ്റർ മഹാരാഷ്ട്ര തന്നെയാണ്. 50 കിലോമീറ്റർ കഴിഞ്ഞാണ് കർണാടക ബോർഡർ വരുന്നത്. ഈ കാണുന്നതാണ് കർണാടകയിലേക്ക് പോകുമ്പോൾ അവസാനമായിട്ടുള്ള ടോൾ പ്ലാസ. ഇവിടെയൊക്കെ 10-20 കിലോമീറ്റർ സറൗണ്ടിങ് സിറ്റി ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ അഗ്രികൾച്ചർ പ്ലേസസ് ആണ്. ഒരു 1.25 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മഹാരാഷ്ട്ര ബോർഡർ വന്നേ. ഒഫീഷ്യലി ഇതാണ് മഹാരാഷ്ട്ര ബോർഡർ എങ്കിലും നമ്മൾ സാധാരണക്കാർ പറയുമ്പോൾ കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു നദിയുണ്ട്, ഭീമാ നദി. അതിന് അപ്പുറമുള്ള സ്ഥലം കർണാടകയും ഇപ്പുറത്തുള്ളത് മഹാരാഷ്ട്രയുമാണ്. ഇതാണ് കേട്ടോ ഭീമാ നദി. അങ്ങനെ നമ്മൾ പതുക്കെ കർണാടകയിലേക്ക് കടക്കുകയാണ്. എനിക്ക് ഈ ഒരു നദി കടക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും സമയം യാത്ര ചെയ്ത വലിയൊരു ദൂരം കുറഞ്ഞതുപോലെ തോന്നുന്നേ. വെള്ളത്തിൻ്റെ ലഭ്യതയുള്ളത് കൊണ്ട് ഈ നദിക്ക് അപ്പുറവും ഇപ്പുറവും കിലോമീറ്ററുകളോളം അഗ്രികൾച്ചർ പ്ലേസ് ആണ്. കർണാടകയിൽ കയറിയ ശേഷം ബസ് വേഗം നാണേ പോയത്. അങ്ങനെ ഞാനും വേഗം വീട്ടിലെത്തിയേ. വീടൊന്നും വൃത്തിയാക്കാൻ ആർക്കും സമയം കിട്ടിയില്ല. അതുകൊണ്ട് വഴക്കു പറയരുതെന്നാണ് എല്ലാവരും പറയുന്നത്. കൊക്കോയെ തുറന്നു വിട്ടതും അവൾ ആദ്യം എൻ്റെ അടുത്തേക്കാണ് ഓടി വന്നത്. ഞാൻ കരുതിയത് ഇവരുടെ പപ്പയുടെ അടുത്തേക്കാണ് എല്ലാ പ്രാവശ്യവും പോകാറുള്ളത്, ഇത്തവണയും അങ്ങനെ ആയിരിക്കുമെന്നാണ്. അവൾ ഓടി എൻ്റെ കാലിൻ്റെ അടുത്തേക്ക് വന്ന് എന്തൊക്കെയോ പരാതി പറയുകയാണ്. ഇവരെല്ലാം കൂടി അവളെ പൂട്ടിയിട്ടെന്നായിരിക്കും പറയുന്നത്. ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് ഇപ്പോഴേക്കും സ്നോയും ഓടി വരേണ്ടതാണ്. എന്തു പറ്റിയെന്നറിയില്ല, അവൾ വന്നില്ല. അന്വേഷിച്ചപ്പോൾ അവളെ അപ്പുറത്തെ റൂമിൽ പൂട്ടിയിട്ടേക്കുകയാണെന്നേ പറഞ്ഞത്. ഞാൻ കുറച്ച് ദിവസം വീട്ടിലില്ലെങ്കിൽ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയാണേ. അപ്പോൾ നമുക്ക് എൻ്റെ സ്നോയെ കണ്ടാലോ? പൂട്ടിയിട്ടതുകൊണ്ട് അവൾ ഉറക്കത്തിലായിരുന്നെന്ന് തോന്നുന്നു, അവളുടെ നിപ്പൊക്കെ കണ്ടാൽ. ഇത് കണ്ടോ കൊക്കോയുടെ സ്നേഹപ്രകടനം. അവളെ തറയിൽ നിൽക്കാൻ സമ്മതിക്കത്തില്ലേ. ഞാനും ട്രെയിനൊക്കെ ഇറങ്ങി ആരും കൊണ്ടുവരാനില്ലായിരുന്നത് കൊണ്ട് ബസ്സൊക്കെ പിടിച്ച് ഇങ്ങെത്തിയപ്പോഴേക്കും നല്ല ലേറ്റായി. അതുകൊണ്ട് ഡോക്ടറുടെ ഇന്നത്തെ ലാസ്റ്റ് പേഷ്യൻ്റ് ഞാനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ മാസത്തെ അവസാനത്തെ കുത്തും ഏറ്റുവാങ്ങാൻ മാനസികമായി തയ്യാറായിരിക്കുന്ന എന്നോട് ഡോക്ടർ ഇഞ്ചക്ഷൻ എടുത്ത ശേഷം എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞു. വിജയകരമായി എൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി ഡോക്ടറെ കൊണ്ട് വീട്ടിൽ വിടണം. പിന്നെ അമ്മയുടെ വീട്ടിൽ പോയി മക്കളെ കൊണ്ടുവരണം. ഇവർ ഗേറ്റ് അടച്ച് പുറത്തു പോയപ്പോൾ മിസ്റ്റി അകത്ത് വന്ന കാര്യം എനിക്ക് മനസ്സിലായേ. അങ്ങനെ ഞാൻ ആരും അറിയാതെ പതുക്കെ എഴുന്നേറ്റേ. എത്ര ദിവസമായി ഞാൻ എൻ്റെ മിസ്റ്റിയെ കണ്ടിട്ട്. ഇനി കുറച്ച് നേരം മിസ്റ്റിയോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാമേ. പിന്നെ ഞാൻ കൊണ്ടുവന്ന ഫുഡും അവൾക്ക് കൊടുക്കണം. കുറച്ച് ദിവസം കാണാഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നേ. ഞാൻ ഡോറ് തുറന്നപ്പോഴേക്കും അവൾ മൂളി മൂളി കരഞ്ഞുകൊണ്ടാണ് ഓടി വന്നത്. എനിക്ക് ഫുഡൊന്നും തരാതെ നീ ഇത്രയും ദിവസം എവിടെയാണ് പോയതെന്നാണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നേ. ഞാൻ അവൾക്ക് കൊണ്ടുവന്ന ഫുഡും പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തേ. ഞാൻ കാണിക്കുന്നത് ഇതുവരെയും ഞാൻ ഒരു വീഡിയോയിലും കാണിക്കാത്ത ഒരാളാണ്. കാരണം പറയാൻ തക്ക ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല. രാവിലെയും വൈകിട്ടും കറക്റ്റായി വന്ന് സ്നോയുടെ ഫുഡും കഴിച്ച് കുറച്ച് പാലും കുടിച്ചിട്ട് ആൾ പോകുമേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ?